ഗോൾഡൻ ഗ്ലോബ് റേസിൽ രണ്ടാം സ്ഥാനമുറപ്പിച്ച മലയാളി നാവികൻ അഭിലാഷ് ടോമി യാത്ര 233 ദിവസം പിന്നിട്ട് അവസാന ഘട്ടത്തിലേക്ക്. വെള്ളിയാഴ്ച രാത്രിയോടെ ഫിനിഷിംഗ് പോയിന്റിലെത്തുമെന്ന പ്രതീക്ഷ. ആദ്യ സർവീസിന് തുടക്കമിട്ട കൊച്ചി വാട്ടർ മെട്രോ. ഹൈക്കോടതി വൈപ്പിൻ റൂട്ടിൽ ഓരോ 15 മിനിറ്റിലും സർവീസ്. കുറഞ്ഞ നിരക്ക് 20 രൂപ. കേരള മാതൃക രാജ്യം ഏറ്റെടുത്തതിൽ അഭിമാനമെന്ന KMRL MD ലോക്നാഥ് ബെഹ്റ. വന്ദേ ഭാരതിന്റെ റെഗുലർ സർവീസ് ഉച്ചയ്ക്ക് 2:30 കാസർഗോഡ് നിന്ന്. PK ശ്രീകണ്ഠൻ എംപിയുടെ ചിത്രം വന്ദേ ഭാരത് എക്സ്പ്രസിൽ പതിപ്പിച്ചതിൽ RPF അന്വേഷണം. പോസ്റ്റർ ഒട്ടിച്ച 6 കോൺഗ്രസ് പ്രവർത്തകരെ തിരിച്ചറിഞ്ഞത് അട്ടപ്പാടി പുത്തൂർ പഞ്ചായത്ത് അംഗം സെന്തിൽ അടക്കമുള്ളവരെ. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച എല്ലാവരെയും കണ്ടെത്താൻ RPF. കെട്ടിട നികുതി പെർമിറ്റ് ഫീസ് വർധനയ്ക്കെതിരെ UDFന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. പഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ ഓഫീസുകൾക്ക് മുന്നിൽ ധർണ. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് നിർവഹിക്കും. ആഭ്യന്തര കലാപം രൂക്ഷമായ സുഡാനിൽ നിന്നും ഇന്ത്യൻ ഒഴിപ്പിക്കൽ ഊർജിതം. ഓപ്പറേഷൻ കാവേരിയിലൂടെ ജിദ്ദയിലെത്തിയത് മലയാളികളടക്കം 561 പേർ. ചാർട്ടേഡ് സർവീസുകൾ വഴി നാട്ടിലെത്തിക്കാൻ ശ്രമം. ഫിലിം ചേംബറിന്റെ നിർണായക യോഗം രാവിലെ കൊച്ചിയിൽ. ഷെയ്ൻ നിഗം, ശ്രീനാഥ് ഭാസി എന്നിവർക്കെതിരായ നടപടി ചർച്ച ചെയ്യും. സിനിമാ മേഖലയിലെ പ്രതിസന്ധിയും ചർച്ചാ വിഷയം. സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം ചൂടി ഒഡീഷ FC. കലാശപ്പോരിൽ ബംഗളൂരുവിനെ പരാജയപ്പെടുത്തിയത് 1-2 ഗോളുകൾക്ക്. ഒഡീഷയ്ക്കായി വിജയവഴി തെളിച്ചത് ഡിയാഗോ മൗറീഷ്യോ. IPL ഇന്ന് ബാംഗ്ലൂർ കൊൽക്കത്ത പോരാട്ടം.